5 to 40 ഡിഗ്രി ചൂടിൻ്റെ ഇടക്കാണ്. നല്ല ചൂടാണ്, അത്യാവശ്യം ചൂട് എന്ന് പറഞ്ഞാൽ നിലത്ത് ചൂട്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അഗൈൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഫാറൂഖാണ്, ഫാറൂഖ് ബ്ലോഗ്സ് നിന്ന്. ഞാനിപ്പോൾ ഉള്ളത് മക്കയിലാണ്. വിശുദ്ധ മക്കയിലെയും മദീനയിലെയും കാഴ്ചകളാണ് നിങ്ങൾ എൻ്റെ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഉംറയ്ക്ക് വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഒന്ന് ഉംറയ്ക്ക് പോകുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളും ആയിഷ പള്ളിയിൽ പോയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, അവിടുന്ന് നേരെ ഹറമിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു പക്ഷേ ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പം മറ്റുള്ള ആളുകൾക്ക് തോന്നാവുന്ന ഒരു തോന്നലാണ് ഞാൻ ഉംറയ്ക്ക് പോകുന്നതും വീഡിയോ എടുത്ത് ഉംറയൊക്കെ സഹിയാവോ എന്നുള്ളത്. ഇപ്പം കാണാൻ പറ്റാത്ത, ഇവിടെ വരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവില്ല. ആരും അവരൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ വിചാരിച്ചത്. എനിക്ക് വീഡിയോ എടുക്കാനുള്ള പ്ലാനൊന്നും അതില്ലായിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ കാണാത്ത, അവിടെ എത്താത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടുള്ള ഉംറയ്ക്ക് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വല്ലാത്തൊരു റെസ്പോൺസാണ് തന്നത്. ലൈക്ക് ഇവിടെ എത്തുന്നതിന് മുൻപ് അവർക്ക് ഒരുപാട് ആഗ്രഹിച്ച സ്ഥലമാണ് ഇവിടെയൊക്കെ കാണണമെന്ന്. പക്ഷേ അതൊക്കെ എൻ്റെ വീഡിയോയിലൂടെ കാണാൻ പറ്റിയെന്ന് അവരെൻ്റെ മുഖത്തേക്ക് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടായി. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ആയിഷ പള്ളിക്ക് പോവുകയാണ്. റൂമിൽ നിന്ന്, അഥവാ ജെർവൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ ഇറങ്ങി. കണ്ടോ, ജെർവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഈ ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ. നേരെ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ നേരെ ആയിഷ പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് മക്ക ബസ് ഉണ്ടാവും, ഫ്രീ ബസ്. ആ ഫ്രീ ബസ് പിടിച്ചിട്ട് നേരെ ആയിഷ പള്ളിയിലെത്തണം. ബാക്കി കാഴ്ചകൾ കാണാം. നമുക്ക് കാണാൻ പറ്റും അൻ നവാരിയ 354 എന്ന് പറഞ്ഞിട്ടൊരു ബസ് ഉണ്ടാകും. ഇത് 2ാം നമ്പർ ബസ്. 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റാൻഡിലെത്തും. ഞാൻ ഈ ഒരു മക്ക ബസ്സിൻ്റെ മെയിൻ സ്റ്റാൻഡിലല്ല പോയത്, നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് നടന്നാൽ ഇവിടെ ഏകദേശം 35, 36, 35 to 40 ഡിഗ്രി ചൂടിൻ്റെ ഇടക്കാണ്. നല്ല ചൂടാണ്, അത്യാവശ്യം ചൂട് എന്ന് പറഞ്ഞാൽ നിലത്ത് ചൂടുവെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ചായപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും, അത് ചായ ആയി മാറും. അത്രയും ചൂടാണ്. ഞാൻ ചെരുപ്പിട്ടിട്ട് എൻ്റെ ചെരുപ്പിൻ്റെ അടിയിലൂടെ ചൂട് കയറിയിട്ട് കാല് തട്ടുന്നത്. നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല എക്സ്ട്രീം ലെവൽ ചൂടാണ്. ഒരാൾ അവിടെ പാലത്തിൻ്റെ ചോട്ട് പോയിരിക്കുകയാണ് കേട്ടോ, ചൂട് കൊള്ളാണ്ടിരിക്കാൻ. അപ്പോൾ ബസ് 1 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുമെന്ന് പറഞ്ഞത്. ബസ് അവിടെ നിന്ന് വരുന്നുണ്ട്. അതിന് കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും ബസ്സും കാര്യങ്ങളൊക്കെ. ഈ ബസ് നേരെ എത്തുന്നത് നമ്മൾ ആയിഷ പള്ളിയിലാണ്. നമുക്ക് അവിടെ പോയി ഇഹ്റാം ചെയ്തിട്ട് വേണം നമുക്ക് ഹറമിലേക്ക് തിരിച്ചു വരാൻ കേട്ടോ. എന്തായാലും ബസ് സ്റ്റോപ്പുള്ള ആ ഒരു സ്ഥലത്ത് ഇതുപോലെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു ഭാഗത്താണ് ബസ് നിർത്തുക. കണ്ട, മംനു അൽ വഖഫ് അൽ ഇൻതിളാർ. നമുക്ക് പബ്ലിക്സിന് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ബസ് അവിടെ നിന്ന് വരുന്നതാണ്. നിങ്ങൾ അന്നവാരിയ എന്നുള്ള ബസ്, ആ ഒരു ബസ്സിനാണ് നമ്മൾ കയറേണ്ടത്. നമ്മൾ ബസ് കയറി. ഇനി നമ്മൾ നേരെ ആയിഷ പള്ളിയിലേക്കാണ് കേട്ടോ. ഇത് ഡയറക്റ്റ് ആയിഷ പള്ളിയിലേക്ക് പോകുന്ന ബസ്സല്ല, അന്നവാരിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ്. പക്ഷേ ഇത് ആയിഷ പള്ളി ടച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ബസ് പോകുന്നത്. നമ്മളെ മുകളിൽ തന്നെ AC ആണ് കേട്ടോ. അത് AC ആണ്. നേരെ എൻ്റെ മേത്തേക്കാണ് AC അടിക്കുന്നത്. നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓരോ സ്റ്റാൻഡിലെത്തുന്ന സമയത്തും അവിടെ ആ ഒരു സ്റ്റാൻഡിന് ഓരോ നമ്പറുകളും കാര്യങ്ങളും ഉണ്ടാവും. അത് ആ ഒരു LED TV എഴുതി കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് അൽ സാഹിർ 94 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ്. അത് കഴിഞ്ഞാൽ അൽ സാഹിർ 96. അത് കഴിഞ്ഞാൽ ജാമിയ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി 98 കിലോമീറ്റർ. ഇതൊരു ഗേൾസ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നതാണ് ആയിഷ മസ്ജിദ്. ഇവിടെ നിന്നാണ് ഉംറയ്ക്ക് വരുന്ന ആളുകൾ മക്കയിൽ നിന്ന് വേറെ പിന്നീട് ഉംറ എടുക്കുകയാണെങ്കിലൊക്കെ അധികം പോയി ചെയ്യുക. 2 സ്ഥലമുണ്ട്. ഒന്ന് ജോറാന പള്ളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് ഇഹ്റാം ചെയ്ത പള്ളി എന്നൊക്കെ പറയുന്ന ഒരു പള്ളിയുണ്ട്, ജോറാന പള്ളി. ജോറാനയിൽ പോയിട്ടും ആളുകൾ ഇഹ്റാം ചെയ്യാറുണ്ട്. ആയിഷ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ എത്തിയിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ പ്രാക്കൾക്ക് തീറ്റ കൊടുക്കുന്നതും അതുപോലെ തന്നെ നോക്ക്, നിങ്ങൾ ഒരുപാട് പ്രാക്കൾ ഈ നല്ല ചൂടത്തൊക്കെ ഈ പ്രാക്കൾ ഇങ്ങനെ സർവൈവ് ചെയ്യുന്നത് ശരിക്കും ആലോചിച്ചൊരു സംഭവമാണ് കേട്ടോ. അത്രയും ചൂടാണ് സൗദിയിൽ. പക്ഷേ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് വീണ്ടും ഇങ്ങനെയൊക്കെ കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റിയതിൽ. ഇത് കണ്ടോ നിങ്ങൾ, നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. ഇഹ്റാം ചെയ്യുന്ന ഉംറ തുണികളും അതുപോലെ തന്നെ ബെൽറ്റും ആണുങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ റൂമിൽ തന്നെ നിങ്ങളുടെ ഇഹ്റാം ഈ ഒരു വസ്ത്രം അണിഞ്ഞുകൊണ്ട് വരണതൊന്നുമില്ല. നിങ്ങൾ ഇവിടുന്ന് മാറ്റിയാലും മതി. ഇവിടുന്ന് ഇഹ്റാമിൻ്റെ നിയത്ത് വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷമാണ് നമ്മൾ ഹറമിലേക്ക് പോവുക. എന്തായാലും ബാക്കിൽ നിന്ന് ഒതു കൊടുത്ത് ടോയ്ലറ്റിന് ഒതു കൊടുത്തതിന് ശേഷം, ഒതു കൊടുക്കുന്ന സ്ഥലം ടോയ്ലറ്റ് അല്ല കേട്ടോ. ഇതാണ് ആയിഷ മസ്ജിദ്. നമ്മൾ നേരം പള്ളീൻ്റെ അകത്ത് പോയിട്ട്
ഉംറയ്ക്കുള്ള ഇഹ്റാമിന്റെ നിസ്കാരം നിസ്കരിച്ചിട്ട് നേരെ പോവാണ് ചെയ്യാട്ടോ. ആയിഷ പള്ളിയുടെ അകത്തുള്ള കാഴ്ചയാണ്. ആണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള, പുരുഷന്മാർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമാണ് അധികം ഉണ്ടാവുക. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വലതു ഭാഗത്തായിട്ട് ചെറിയൊരു മറവ് കാണാം. അതിനകത്താണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം. ഓപ്പണായിട്ടുള്ള ഈ സ്ഥലങ്ങളെല്ലാം ആണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമാണ്, പുരുഷന്മാർക്കുള്ള സ്ഥലമാണ് കേട്ടോ. ശരിക്കും സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, ബാക്കിലോട്ടൊരു സ്ഥലമുണ്ട്. എന്തായാലും വലിയൊരു പള്ളി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇഹ്റാം ചെയ്തു. ഇനി നമ്മൾ നേരെ ഹറമിലേക്ക് തിരിച്ചു പോവാണ്. നമ്മൾ ബസ് വന്നിറങ്ങിയത് ഈ ഒരു ഭാഗത്താണ്. ഇത് നവാരിയ ഭാഗത്തേക്ക്, നവാരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് പോകുന്ന ബസ്സിന്റെ റൂട്ടാണ്. അതുപോലെ തന്നെ ജിദ്ദയ്ക്കൊക്കെ പോവാം. നമുക്ക് തിരിച്ചു പോകേണ്ട ബസ് ഒന്ന് അവിടെ വന്ന് പോയി. ഇനി കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ബസ് ഉണ്ടാവുക. അപ്പുറത്ത് നിൽക്കുന്നത് കണ്ടോ, ആ ഒരു ബസ്സാണ് തിരിച്ച് ഹറമിലേക്ക് പോകാം. കണ്ടോ നിങ്ങൾ, എല്ലാവരും ബസ് പിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. റോഡ് മുറിച്ചെടുക്കുന്നത് ഇവിടെ പോസിബിൾ അല്ല, അലൗഡ് അല്ല. കാരണം 100-110 സ്പീഡിലൊക്കെയാണ് ഇവിടെ വണ്ടി പോവുക റോഡിലൂടെ. അപ്പം മുറിച്ച് റോഡ് ക്രോസ് ചെയ്ത് നടക്കാന്ന് പറഞ്ഞാൽ പണിഷബിൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് മിസ്, വലിയൊരു ആക്സിഡന്റ് അവിടെ. അപ്പൊ എന്തായാലും ഇവിടെ ഒരിക്കലും റോഡ് മുറിച്ചെടുക്കാന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ആരും ട്രൈ ചെയ്യരുത്. കാരണം വണ്ടിയൊക്കെ പോകുന്നത് നല്ല സ്പീഡിലായിരിക്കും. കാണിച്ചുതരാം. അതുപോലെ തന്നെ റോഡിലൊക്കെ നമ്മൾ വീട് കഴിഞ്ഞാൽ 100 ഡിഗ്രീൻ്റെ മേലൊക്കെ ഇരിക്കും ഈ ഒരു ടാറൊക്കെ ചൂടുണ്ടാവാം. മേ ബി കിടന്ന് പൊള്ളായിരിക്കും ടാറല്ല. അപ്പം നല്ലപോലെ ശ്രദ്ധിക്കണം. കാണാൻ പറ്റും നിങ്ങൾക്ക്, വണ്ടിയൊക്കെ നല്ല സ്പീഡിലാണ് കേട്ടോ പോണത്. നമ്മൾ ഈ ജബൽ കാബ ടെർമിനൽ 1 ഒന്നാം ടെർമിനലിലാണ് നമ്മൾ ബസ് ഇറങ്ങിയത്. ഇവിടെ ബസ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഉംറപ്പള്ളിക്ക് നിന്ന് നേരെ ബസ് വന്നിറങ്ങുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നേരെ ഇനി പോകേണ്ടത് ഹറമിലേക്കാണ്. ഇഹ്റാം ചെയ്തതിന് ശേഷം ഹറമിൽ പോയി ഉംറൻ്റെ സൈൻ്റെ മുമ്പായിട്ടുള്ള തവാഫ് ചെയ്യണം. ഒരു തവാഫ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സൈ ചെയ്യുക. എന്തായാലും ഹറമിലേക്ക് നടന്നു പോവാണ് കേട്ടോ. നമ്മളെല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുള്ളതുപോലെ നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ അപാര ചൂടാണ്. കണ്ടോ, ആളുകളൊക്കെ ഇങ്ങനെ ഹറമിലേക്ക് നടന്നു പോകുന്നൊരു കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു മേലെ ഈ ഷെഡ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു ശമനമാണ്. ഹറമിൻ്റെ ഏകദേശം അടുത്തെത്തുന്നത് വരെ നമുക്ക് ഈ ഒരു തണലിലൂടെ ഇങ്ങനെ പോയാൽ മതി. മൊബൈലിൽ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ചൂട് തോന്നില്ല, പക്ഷെ നല്ല ചൂടാണ് കേട്ടോ. 38 ഡിഗ്രി 36 ഡിഗ്രി ചൂടൊക്കെയാണ്. شغوف إلى ربه أحب رضاه أحب لقاه يظل يجي. അങ്ങനെ ഇഹ്റാം ചെയ്തു നമ്മൾ വിശുദ്ധ ഹറമിലെത്തി. ഹറമിൻ്റെ ചെറിയൊരു റൂട്ട് മാപ്പാണ് നിങ്ങൾ കണ്ടത്. നമ്മൾ നേരെ ഹറമിൻ്റെ അകത്തേക്ക് പോവാണ്. ഒരുപാട് പേരുടെ സ്വപ്നം, എത്ര പെട്ടെന്നാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പലരും ചോദിച്ച സമയത്ത് ഞാൻ ശരിക്കും എൻ്റെ കണ്ണു നിറഞ്ഞു പോയി. എത്രയോ ആളുകളുടെ പ്രിയപ്പെട്ട, എത്രയോ ആളുകൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇവിടെ എത്താൻ പറ്റുന്നില്ല. ആ സ്വപ്നമാണ് നീ ഇത്രയും സിമ്പിളായിട്ട് വീഡിയോ ചെയ്യുന്നതും നീ ഇത്ര സിമ്പിളായിട്ട് പോയി ചെയ്യുന്നതും എന്നൊക്കെ. ഒരുപാട് സന്തോഷം അൽഹംദുലില്ലാ ഈ നാട്ടിലെത്തിയതും. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും വരാനുള്ള ഭാഗ്യം പല ആളുകൾക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഹറമിൻ്റെ 79ാം ഗേറ്റിലൂടെയാണ് നമ്മൾ മത്താഫിലേക്ക് കടക്കുക. ഇതിലൂടെ കടന്നാലാണ് നമുക്ക് മത്താഫിലേക്ക് എത്താൻ പറ്റുക. മറ്റുള്ള വഴികളൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു ഭാഗത്തേക്കൂടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തവാഫ് ചെയ്യുന്നൊരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ഹറമിൽ തവാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഒരുപാട് നിയത്തും ഇതിന് മുൻപ് നമുക്ക് നിയത്ത് വെക്കേണ്ടതൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടോ നിങ്ങൾ, കഅബയുടെ വാതിലിൻ്റെ അടുത്തുള്ള ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്ത്, ആ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന വാക്യത്തോട് കൂടിയിട്ട് നമ്മൾ തവാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു റൗണ്ട് നമ്മൾ ചുറ്റി വീണ്ടും അവിടെ തന്നെ എത്തുമ്പം ഒരു തവണയായി. അങ്ങനെ 7 തവണ കഅബയെ വലയം ചെയ്യലാണ്. കഅബ നമ്മുടെ ഇടത് ചുമലിൻ്റെ ഭാഗത്താക്കിയിട്ട്. എന്തായാലും മലയാളി ഗ്രൂപ്പുകൾ പോകുന്നുണ്ടോ നിങ്ങൾ, ഒരുപാട് സന്തോഷം. ഇവരെ ഞാൻ പരിചയപ്പെടാനൊന്നും പോയിട്ടില്ല, പക്ഷേ ഇങ്ങനെ ഒരുപാട് മലയാളക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും. നമുക്ക് ഇവരെ തട്ടത്തിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മലയാള ഇതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോ തവാഫ് ചെയ്യുന്ന സമയത്തല്ലേ വീഡിയോ എടുക്കുന്നത്, തവാഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ പറയുക, വാക്കുകളില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ.
കഅബ 7 തവണ വലയം ചെയ്യുക. തവാഫ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇഹ്റാമിൽ കയറി. പക്ഷേ ഈ ഒരു വീഡിയോ മുഴുവൻ കാണാൻ ചാൻസ് ഇല്ല. ഹറമിൽ ബാങ്ക് വിളിക്കുന്ന സ്ഥലമാണ് കേട്ടോ കാണുന്നത്. ഹറമിൽ ബാങ്ക് വിളിക്കുന്നതും അതുപോലെ തന്നെ ഹറമിലെ ഇമാമത്ത് നിൽക്കുന്നതുമായിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമുക്ക് ആ ഒരു ചെറിയ ഇതിനകത്ത് നിന്നിട്ടാണ് 3 ഇത് കണ്ടോ, അതിനകത്താണ് ഇമാമ ബാങ്ക് വിളിക്കുക. അതുപോലെ തന്നെ താഴെ കണ്ട നിങ്ങൾ 2 ക്യാമറ 2 സൈഡിൽ നിന്നും ആ ഒരു ഭാഗത്താണ് ഇമാമത്ത് നിൽക്കുന്ന സ്ഥലം. ഇമാമ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്താണ്. ഇതിന് നേരെയായിട്ട് കഅബയിലേക്ക് ഒഴിഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരിക്കും. അതിന് 2 സൈഡിലായിരിക്കും സഫ് ഉണ്ടാവുക. ഈ ഒരു നേരെ കഅബയുടെ ഈ ഒരു ഭാഗം മൊത്തം കാലിയായിരിക്കും കേട്ടോ. أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله. നമ്മൾ തവാഫ് ചെയ്തു. ഇനി സഅയ് ചെയ്യുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. സഫ മർവ മലകളിലാണ് സഅയ് ചെയ്യുക. സഫ ടു മർവ, മർവ ടു സഫ, അങ്ങനെ 7 തവണ. അപ്പം എന്തായാലും സഫയിലേക്കാണ് പോകുന്നത്. സഫയിൽ നിന്നാണ് സഅയ് തുടങ്ങുന്നത്. കാണിച്ചു തരാം. ഒരു ഭാഗത്ത് മത്താഫിൽ നിന്ന് നമ്മൾ വന്നിട്ട് നമ്മൾ നേരെ എത്തുന്നത് സഅയ് ചെയ്യുന്ന സഫ മർവയിലേക്കാണ് കേട്ടോ. ഈ ആളുകളൊക്കെ സഅയ് ചെയ്യാൻ പോകുന്ന ആളുകളാണ്.